നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണ ഒരല്പം മോശം സമയത്തിലൂടെ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലീഗിൽ നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണ സമനില വഴങ്ങിയിരുന്നു. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ 2 പരാജയവും 1 സമനിലയുമാണ് ബാഴ്സലോണക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശീലകനായ സാവിക്ക് ഇപ്പോൾ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. പലർക്കും അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇതിൽ ഉൾപ്പെടുന്നില്ല. സാവിയെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു മികച്ച പരിശീലകനാണ് സാവി എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഒരു പരിശീലകന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് തികച്ചും നോർമലായിട്ടുള്ള ഒരു കാര്യമാണെന്നും റയൽ മാഡ്രിഡ് പരിശീലകൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു പരിശീലകന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. വിമർശനങ്ങൾ ന്യായമാണോ അന്യായമാണോ എന്നത് മാത്രമാണ് പരിശോധിക്കേണ്ടത്. പരിശീലകരെ വിലയിരുത്തുക റിസൾട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. ആരും തന്നെ പരിശീലകന്റെ മെത്തഡോളജിയോ അതല്ലെങ്കിൽ ലോക്കർ റൂം കൈകാര്യം ചെയ്യാനുള്ള കഴിവോ വിലയിരുത്തുന്നില്ല. ജയപരാജയങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമാണ് വിലയിരുത്തലുകൾ വരുന്നത്. ഇത് സാവിക്കും നന്നായി അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം സാവി വളരെ മികച്ച ഒരു പരിശീലകനാണ്. ഇതാണ് ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കിട്ടുന്ന ഗോളവസരങ്ങൾ മുതലെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് FC ബാഴ്സലോണ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി ഇപ്പോൾ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ജനുവരിയിലാണ് ബ്രസീലിയൻ പ്രതിഭയായ വിക്ടോർ റോക്ക് FC ബാഴ്സലോണക്കൊപ്പം ജോയിൻ ചെയ്യുക. അദ്ദേഹം ഈ ഒരു ഗോൾ ക്ഷാമത്തിന് വിരാമം കാണുമെന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.